ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഉണ്ടായി, അപ്പോൾ അതുകൊണ്ട് ഇന്നും അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനും ദോശയ്ക്കൊക്കെ മാവ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഞാൻ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. കാരണം ഈ രാവിലെ തന്നെ മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ല എളുപ്പമായിരിക്കും ജോലി. നമ്മൾ അപ്പം തന്നെ എണീറ്റിട്ട് ഇനി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം അങ്ങോട്ട് പോകും, ഒന്നും ഉണ്ടാക്കുകയില്ല. അവരുടെ സമയത്തിന് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ ദോശ, ഇഡ്ഡലി, അപ്പം അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ മാവിരിപ്പുണ്ടാവും. അത് തണുപ്പ് മാറ്റാനായിട്ട് എണീറ്റ് വരുമ്പോൾ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി വരുമ്പോഴത്തേനും മാവ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കത് വേഗം തന്നെ അപ്പമോ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയാൽ ടെൻഷനും ഇല്ല. അവരുടെ ടൈമിന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മക്കൾക്ക് പോകാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും അപ്പം ഇങ്ങനെയുള്ള പലഹാരങ്ങളായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെ മാവുകളൊന്നും ബാലൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് പുട്ടുണ്ടാക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ടൈമൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിലാണ് ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് അപ്പത്തിന് ഉണ്ടാക്കിയത് പയറാണ്, വെള്ളപ്പയർ. അപ്പോൾ അത് വെറുതെ ഉള്ളിമുളകും കുത്തിക്കാച്ചി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കുകയുള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണ സമയമാണ്. അപ്പോഴാണ് ഞാനൊരു ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കുന്നത്. രാവിലെ എല്ലാ വീട്ടിലും നല്ല തിരക്ക് തന്നെയായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ കുറച്ച് സമയങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ ഈ എൻ്റെ തക്കാളിത്തൈ ഞാൻ ഒരു വീട്ടിലെ മാലിന്യങ്ങൾ എന്താണ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോയിൽ ഈ തക്കാളിത്തൈ ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടം പോലെ പൂ ഇങ്ങനെ കുലകുലയായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒറ്റ കായും ഉണ്ടാവണില്ല. ഇനി ഇത് കായ്ക്കാത്ത ടൈപ്പ് തക്കാളിയാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടം പോലെ പൂ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആ പൂവൊന്നും കായായിട്ട് പിടിക്കണില്ല. എന്നാൽ പൂക്കൾക്കൊന്നും ഒരു ആരോഗ്യക്കുറവുമില്ല, ഒന്നുമില്ല. അങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴാട്ടോ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, വവ്വാലാണ്. ഞാൻ ഇത്ര അടുത്ത് ഇവനെ കണ്ടേക്കണത് ആദ്യമായിട്ടാട്ടോ. ഞാൻ ടെറസിന് മുകളിൽ നിന്നപ്പോഴാണ് വാഴയിൽ കുടപ്പൻ്റെ മുകളിൽ തേൻ കുടിക്കാൻ വന്നിരിക്കണ കാഴ്ച കണ്ടത്. അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്തതാട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴത്തേനും ആളവിടെ നിന്ന് പറന്നുപോയി. അങ്ങനെ വവ്വാലിനെയൊക്കെ നോക്കി കുറേ സമയം നിന്നു കേട്ടോ. ഞാൻ അത്ര അടുത്ത് അതിനെ കണ്ടിട്ടുണ്ടായില്ല. ഇങ്ങനെ തല തൂങ്ങിക്കിടക്കുന്ന ജീവിയാണല്ലോ, അതിന് വായി മാത്രമേ ഉള്ളൂ എന്നാണ് പറയണ കേട്ടേക്കണത്. അപ്പോൾ വവ്വാലിനെ കണ്ടപ്പോൾ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയാട്ടോ ഓർമ്മ വന്നത്, ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത്. ഇവർ 2 ഏക്കർ പുരയിടം വാങ്ങിയിട്ട് ഹസ്ബൻഡും വൈഫും കൂടി പുരയിടത്തിലേക്ക് താമസിക്കാനായിട്ട് വരുമ്പോൾ പല പല ജീവികൾ അവരുടെ പുരയിടത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഭാര്യയ്ക്ക് അതെല്ലാം സഹിക്കാൻ പറ്റണില്ല. പാമ്പ് വരുന്നു, പഴുതാര വരുന്നു, തേള് വരുന്നു, എലി വരുന്നു, അങ്ങനെ 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 ചിതൽ വരുന്നു, അങ്ങനെ പല പരാതികളാണ്. അപ്പോൾ ബഷീർ പറയുന്നുണ്ട്, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് അവരായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മളാണ് ശരിക്കും അവരുടെ ഏരിയയിലേക്ക് ഇപ്പോൾ കടന്നു കയറിയേക്കണത്. അപ്പോൾ നമ്മളല്ലേ പുറത്താക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുണ്ട് ഈ ഒരു വവ്വാലിൻ്റെ. അപ്പോൾ ഈ വവ്വാലിനെ ഇവരുടെ പുരയിടത്തിൽ തേങ്ങ വിറ്റിട്ടാണ് ഇവർ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കണത്. ഭാര്യയ്ക്ക് അതാണ് വരുമാനം. അപ്പോൾ തേങ്ങ കുറേ നാളായിട്ട് ഇങ്ങനെ കരിക്കാവുമ്പോൾ തന്നെ ചാടി ചാടി പോവാണ്. അങ്ങനെ കൂട്ടിയിട്ട് നോക്കുമ്പോൾ എല്ലാം കരിക്ക് മാത്രം ചാടി പോവാണ്, തേങ്ങ കിട്ടാനില്ല. അപ്പോൾ അത് ആദ്യം വിചാരിച്ച് എലികളായിരിക്കും എന്ന് വിചാരിച്ച് എലിവിഷം വാങ്ങാൻ നടന്നു. അങ്ങനെ എലിവിഷം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എലിവിഷമൊക്കെ വെച്ചപ്പോൾ കുറേ ജീവികൾ ചത്തുപോയി. പക്ഷേ വീണ്ടും എലികളെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് വീണ്ടും കരിക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചേക്കണേന്ന് നോക്കി വീണ്ടും 2 മാസത്തിന് ശേഷമാണ് എലികളല്ലായിരുന്നു വവ്വാലുകളായിരുന്നു അതിൻ്റെ കാരണക്കാരെന്ന് മനസ്സിലാക്കിയിട്ട്, വവ്വാലുകളാണ് കരിക്ക് കുത്തി കളഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് വവ്വാലിനെ പിടിക്കാൻ വേണ്ടി ഇനി തോക്ക് വാങ്ങാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ തോക്ക് വാങ്ങാമെന്ന് പറയുമ്പോൾ എനിക്ക് രക്തത്തിൽ പങ്കില്ല, എലികളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, വവ്വാലുകളെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ ബഷീർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ അമ്മാവൻ്റെ മോൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തോക്ക് കേട്ട് വന്ന് ഇവർ വവ്വാലിനെ പിടിക്കാൻ പോകണം. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, ഈ വീട്ടിൽ വരുന്ന വവ്വാൽ അത് വന്ന് പോണതിൻ്റെ ഇവരുടെ സ്ഥിരം താമസിക്കുന്ന സങ്കേതം ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് ഇവരെല്ലാവരെയും കശാപ്പ് ചെയ്യാം. ഈ ഒരെണ്ണത്തിനെ കൊന്നിട്ട് കാര്യമില്ല, വീണ്ടും കൂട്ടത്തോടെ അവർ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇവരുടെ ഉറവിടം കണ്ടെത്തി അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുരാതനമായൊരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരു വലിയ ആൽമരം നിൽപ്പുണ്ട്. അപ്പോൾ അതിലാണ് ഈ വവ്വാലുകളെല്ലാം
കൂട്ടത്തോടെ തൂങ്ങിക്കിടക്കണത്. നമുക്ക് അവിടെ പോയി അവരെയൊക്കെ വെടിവെക്കാമെന്നും പറഞ്ഞ് ഇവർ സംഘം ചേർന്ന് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ വെടിവെക്കാനായിട്ട്. അപ്പോൾ ഇവർ വെടിവെക്കാനായിട്ട് ചെന്ന് ഉന്നം വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ആ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാവരും കൂടി ഓടിക്കൂടിയിട്ട് ഇവരെ 3 അവിടെ നിന്ന് ഓടിച്ചു വിടും. ഈ വവ്വാലിനെ വെടിവെക്കാൻ സമ്മതിക്കില്ല. വവ്വാലുകൾ പൂർവികരുടെ ആത്മാക്കളാണ്, അപ്പോൾ അതിനെയൊന്നും വെടിവെക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവരെ അവിടെ നിന്ന് നാട്ടുകാർ തുരത്തി വിടുക കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ വളരെ വിഷമത്തോടെ ഇങ്ങനെ വവ്വാലിന് വെടിവെക്കാൻ പറ്റിയില്ല, അതൊക്കെ ഇങ്ങനെ പൂർവികരുടെ ആത്മാവാണ് എന്ന് പറയുമ്പോൾ വവ്വാലിന് വെടിവെക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ബഷീർ സമാധാനമായി എന്നുള്ള രീതിയിൽ ഭാര്യയുടെ അടുത്ത് പറയണം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണല്ലേ ചോദിച്ചപ്പോൾ അതെല്ലാം എല്ലാ ജീവികൾക്കും ഭൂമിയിൽ അവകാശമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ ജീവികളെയും കൊന്നൊടുക്കാൻ തുടരുകയാണെങ്കിൽ ഒരു 500 വർഷം കഴിയുമ്പോഴത്തേനും ഈ ഭൂമിയിൽ പിന്നെ മരങ്ങളും ഉണ്ടാവില്ല, ജീവജാലങ്ങളും ഉണ്ടാവില്ല, മനുഷ്യൻ മാത്രമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളും അവരും ഇണങ്ങി വേണം ജീവിക്കാൻ എന്നുള്ള വലിയൊരു കഥയാണ്, അല്ലെങ്കിൽ വലിയൊരു പാഠാട്ടോ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും ഈ കാലത്തും ചിന്തിക്കാൻ പറ്റിയൊരു വിഷയമാണ് പുള്ളിക്കാരൻ ചെറിയൊരു കഥാരൂപത്തിൽ നമുക്ക് അതും സ്വന്തം വീട്ടിൽ നടക്കുന്ന രീതിയിൽ വിവരിച്ചു തന്നത്. അപ്പോൾ എല്ലാം വെട്ടി വെളുപ്പിച്ച് മനുഷ്യന് സ്വാർത്ഥത കൊണ്ട് മനുഷ്യൻ മാത്രമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം മനുഷ്യരും ചത്തുപോകും എന്ന് തന്നെയാണ് ആ കഥയിൽ പറയണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.